ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നീണ്ട 2 മാസങ്ങൾക്ക് ശേഷം ഗുരുവായൂരപ്പൻ നമ്മളെല്ലാവരെയും വീണ്ടും ഒന്നിപ്പിച്ചു. എന്തായാലും ഞാൻ വലിയൊരു സത്സംഗത്തിൽ പങ്കെടുത്ത ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുന്നു. നമ്മളുടെ കേരളത്തിൽ നിന്നും വിട്ട് അതർ സ്റ്റേറ്റിൽ ഡൽഹിയിൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലം, അവിടെ 27 ദിവസം നീണ്ടു നിന്നതായിട്ടുള്ള കോടിയർച്ചന നാമത്തിൻ്റെ മഹാത്മ്യത്തെ ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു അനുഭവം, എൻ്റെ അനുഭവം വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ശരിക്ക് സത്യത്തിലെ ഒരു കോടിയർച്ചനയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് തന്നെ ഞാൻ ഒന്ന് വിചാരിച്ചു. കാരണം അച്ഛൻ്റെ ദൈന്യം, ആ ഒരു ദീനത കണ്ടുകൊണ്ട് പോകണോ. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ ഇരുന്നാൽ ഗുരുവായൂരപ്പനെ ചിലപ്പോൾ വിളിക്കാൻ പറ്റിയെന്നിരിക്കുകയില്ല, അവിടെ ചെന്നാൽ ഗുരുവായൂരപ്പൻ്റെ അടുത്തിരിക്കാമല്ലോ. അത് 100 അല്ല 150% അത് ഗുരുവായൂരപ്പൻ തോന്നിച്ചതാണോ അറിയില്ല. അവിടെ ചെന്നതോടുകൂടി ഇവിടുന്ന് പോകുമ്പോൾ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ നടന്നു തുടങ്ങിയില്ല എന്ന് വേണം പറയാം. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ അവസ്ഥയിലേക്ക് അച്ഛൻ എത്തിയെന്ന് അറിയുകയും വലിയൊരു സന്തോഷം. ആ ഒരു നാമാർച്ചനയിൽ പങ്കെടുക്കാൻ സാധിച്ചു. 50 പേര് കൂടുന്നതായിട്ടുള്ള ആ നാമജപം, സഹസ്രനാമ ജപം, നാമാവലിയോടുകൂടി കളഭം കലശം പൂജിച്ച് അതിൽ അർച്ചന ചെയ്യുക. അങ്ങനെ ഒരു ദിവസം 4 ലക്ഷം വെച്ച് 25 ദിവസം 1 കോടി ആവും. എന്നാലും 27 നാള് എന്നുള്ളൊരു കണക്കിൽ 27 ദിവസം ഒട്ടും കുറയണ്ടെന്ന് വിചാരിച്ച് നിറഞ്ഞ് തുളുമ്പട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം. എന്തായാലും ആ ഒരു അനുഭവം പറയാണ്ടിരിക്കാൻ പറ്റില്ല. രാവിലെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 9 മണിയാകുമ്പോൾ നിർത്തും. പിന്നെ 9:45 വീണ്ടും ആരംഭിക്കുന്നു. 11:30 കഴിഞ്ഞ് വീണ്ടും ഒരു സ്തോത്രവും കൂടി കഴിഞ്ഞ് 12:15 ഉച്ച വരെയുള്ള സെഷൻ. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം നട തുറന്ന് 4:30 നട തുറന്നാൽ അപ്പം തുടങ്ങും. അപ്പം തുടങ്ങി 2 കഴിഞ്ഞാൽ സന്ധ്യാവന്തനായി. സന്ധ്യാവന്തനം കഴിഞ്ഞാൽ വീണ്ടും ഉരുവും കൂടെ കഴിയുമ്പോഴത്തേക്കും താഴ്പൂജയ്ക്ക് ഭാഗമായി. അപ്പം പൂർണ്ണ സമയവും ആ നാമാർച്ചനയിൽ പങ്കെടുക്കാൻ സാധിച്ച ഒരു അനുഭവം, വലിയൊരു അനുഭവം തന്നെയാണ്. ഈ ഒരു കലിയകാലത്ത് നാമത്തിൻ്റെ വൈഭവമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പറയും, യസ്യ സ്മൃത്യാച നമോക്ത്വാ തപോ യജ്ഞക്രിയാദിഷു ന്യൂനം സമ്പൂർണതാം യാതി സദ്യോ വന്ദേ തമച്യുതം. യസ്യ സ്മൃത്യാച നമോക്ത്വാ, അതായത് നമ്മൾ സദാസമയവും ഭഗവാനെ സ്മരിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗമാണ് ശരിക്ക് ഈ നാമം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം എന്താ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്. ശരിക്ക് ഒരാൾക്ക് പേരിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ തിരിച്ചറിയാനും, അല്ലെ, അവരെക്കുറിച്ച് ഓർക്കാനും ഒക്കെ തന്നെയാണ്. ആ പേര് പറയുമ്പോൾ അവരെക്കുറിച്ച് ഓർക്കണം. അതിനാണല്ലോ നമ്മൾ കേശവനെന്നും ഗോവിന്ദനെന്നും ഒക്കെ ഭഗവാനെ ഓർക്കണം നമ്മുടെ മക്കളെ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കുമ്പോഴും. അതുകൊണ്ടാണ് ഭഗവാന്മാരുടെ പേര് തന്നെ ഇടുന്നതിൻ്റെ കാര്യം തന്നെ അതാണ്. അപ്പം ഇവിടെ നമുക്കറിയാം, ഒരു നാമം തന്നെ കുറച്ചു നേരം ജപിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോറടിയാവും, അല്ലേ? ഒരു രൂപം തന്നെ നമുക്ക് എത്ര അധികം നേരം നമുക്ക് ഒരു രൂപത്തിൽ തന്നെ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഈ സഹസ്രനാമത്തിന്റെ ഏറ്റവും വലിയൊരു വിശേഷം. അതാണ് പലതരത്തിലുള്ള, അല്ലെ, മഹാദ്രി ദൃഷേ നമ എന്ന് പറയുന്നില്ലേ. മഹാദ്രി എന്ന് പറഞ്ഞാൽ വലിയ പർവ്വതത്തെ ദൃക്ക് എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നതായിട്ടുള്ള ഭഗവാൻ, അനന്തശ്രീയോട് കൂടിയിട്ടുള്ള ഭഗവാൻ. ഇങ്ങനെ പലതരത്തിലുള്ള ആ ഭഗവാന്റെ രൂപങ്ങളെ ധ്യാനിക്കുവാനുള്ള ഒരു മാർഗമാണ് ശരിക്ക് ആ വിഷ്ണു സഹസ്രനാമം. നമുക്ക് ആരാ ഉപദേശിച്ചതെന്ന് ശരിക്ക് ഭീഷ്മ പിതാമഹൻ ആ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ചാട്ടവാറും പിടിച്ചു നിൽക്കുന്ന ആ ചെളി വരേണ്ടതായിട്ടുള്ള രൂപമാണെങ്കിൽ പോലും പലതരത്തിലുള്ള രൂപങ്ങൾ
ഭഗവാന്റെ ആ രൂപങ്ങളെ നമുക്ക് കാണിച്ചു തന്നു അവിടെ. ശ്രീവത്സം ധരിച്ചതായിട്ടുള്ള ഭഗവാൻ, കൗസ്തുഭം ധരിച്ചതായിട്ടുള്ള ഭഗവാൻ, അല്ലെ, ചമ്മട്ടി പിടിച്ചതായിട്ടുള്ള ഭഗവാൻ, ഇങ്ങനെ പലതരത്തിലുള്ള വേഷവിധാനത്തോടുകൂടി നമുക്ക് സ്മരിക്കാനായിട്ടുള്ള നാമം. അതാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വം. അതാണ് ഇവിടെ പറയാണ്, യസ്യ സ്മൃത്യാച നമോക്വാ തപോ യജ്ഞക്രിയാദിഷു ന്യൂനം സമ്പൂർണതാം യാതി സദ്യോ വന്ദേ തമച്യുതം. ആ അച്യുതന്റെ നാമങ്ങൾ മതി എന്നാ പറയാ. ഏത് തപസ്സായിക്കോട്ടെ, യജ്ഞമായിക്കോട്ടെ, നമ്മളുടെ കർമ്മങ്ങളുടെ എല്ലാത്തിൻ്റെയും ന്യൂനത പരിഹരിക്കുന്നത്, ന്യൂനം സമ്പൂർണതാം യാതി, ആ ന്യൂനതയൊന്നും ഇല്ലാതെ അതിനെ പൂർണ്ണമാക്കണമെങ്കിൽ അത് വന്ദേതം തമച്യുതം, അല്ലെ, ആ ഭഗവാന്റെ നാമങ്ങളെ കൊണ്ടാണ് എന്ന് പറയാണ്. അത് തന്നെയാണ് നമ്മുടെ ഭാഗവതവും നമുക്ക് ഉപദേശിച്ചു തരുന്നത്, അല്ലെ. നാമോച്ചാരണ മാഹാത്മ്യം, അല്ലെങ്കിൽ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ കർമ്മത്തിൻ്റെയും എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടോ? നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും പൂക്കൾക്ക് പോരായ്മ ഉണ്ടെങ്കിൽ ഒരു തുളസിപ്പൂ അതിലിട്ടാൽ മതി എന്നാ പറയാ. മള്ളിയൂർദ്ദേഹമൊക്കെ എപ്പോഴും പറയാറുണ്ട്, തുളസി എപ്പോഴും വേണം പൂക്കളുടെ കൂടെ. കാരണം മറ്റു പൂക്കളുടെ മാലിന്യങ്ങളെ ഇല്ലാണ്ടാക്കാൻ തുളസിക്ക് കഴിയും എന്ന് പറഞ്ഞതുപോലെയാണ് നാമം. നമുക്കറിയില്ല, മന്ത്രം അറിയില്ല, നാമം അറിയില്ല, അല്ല, ജപിക്കാനുള്ളത് അറിയില്ല, ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഗുരുവായൂരപ്പന്റെ നാമം നാരായണ ചേർത്ത് നിങ്ങളൊന്ന് ചെയ്തോളൂ, എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും. അതാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയൽ ഭവേ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. ഏതക്ഷരപദഭ്രഷ്ടം, ഒരക്ഷരം വിട്ടുപോവുക, അല്ലെ, നമുക്കൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകാം. പദം വിട്ടുപോകാം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാത്രാഹീനം, മാത്രകൾക്ക് വ്യത്യാസം വരാം, അല്ലെ. ഓരോന്നും ജപിക്കുന്നതിന് ഇന്ന മാത്രയുണ്ട്. എന്താ മാത്ര എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആ എന്നുള്ളത് ആന്ന് ജപിച്ചാൽ തീർന്നു, അല്ലേ. നമ്മൾ സഹസ്രാമത്തിലൊക്കെ എത്രയോ തെറ്റുകൾ നമ്മൾ ജപിക്കുന്നു ശരിക്ക്. പക്ഷെ അതെല്ലാം നികന്നു പോകുന്ന എവിടെയാണ്? ഈ നാമങ്ങൾ ജപിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയാണ്. അപ്പം യൽ ഭവേ തൽ സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ, അതൊക്കെ ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചോടുകൂടി അവിടുന്ന് തീരും എന്ന് പറയാണ്. അതുപോലെ തന്നെയാണ് വിസർഗ ബിന്ദുമാത്രാണി പദപാദ അക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. വിസർഗ ബിന്ദുമാത്രാണി, നാദം, സന്ധാനം, സന്ധി, ബിന്ദു, ഇതൊക്കെ ഈ സംസ്കൃത ഭാഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയാം. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിസർഗം വിട്ടുപോവുക, വിസർഗം വിട്ടത് ദീർഘമാകുക. അതുപോലെ തന്നെ മാത്രകൾ അവിടെയും പറയുന്നുണ്ട്, മാത്രകൾ വിസർഗ ബിന്ദു മാത്രാണി, ആ വേണ്ടത് പദച്ഛേദം ചെയ്യുന്നത് തെറ്റി പോവുക. പിന്നെ പദങ്ങൾ വിട്ടു പോവുക, പാദാക്ഷരങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ഇവിടെയൊക്കെ എന്താണ്, ന്യൂനാനി ചാതിരിക്താനി, ചിലപ്പം അധികം അക്ഷരം നമ്മൾ കൂട്ടി ചൊല്ലുക, അതിരിക്താനി കൂടുതലായിട്ട് ചൊല്ലുക. ഇതിലൊക്കെ ക്ഷമസ്വ പുരുഷോത്തമ, അതൊക്കെ എവിടെയുള്ളൂ? ഈ നാമ ജപത്തോടുകൂടി നമുക്ക് അതിൽ നിന്നൊക്കെ ഭഗവാൻ അത് ക്ഷമിക്കുമെന്ന് പറയാണ്. കായേന വാച മനസാ ഇന്ദ്രിയേർവ ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് പറയാല്ലേ. എന്ന് പറഞ്ഞാല് അത്ര കണ്ട് ഒരു ബലം ഈ നാമത്തിനുണ്ട് എന്ന് പറയാണ്. തീർച്ചയായിട്ടും ആ ഒരു അന്തരീക്ഷം വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. നമ്മളുടെ ഗുരുവായൂർ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീതി, ഗുരുവായൂർ ഇപ്പൊ എന്താ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ സമുദ്രം പോലെ ഒഴുകുകയാണ്, അല്ലെ. അതേപോലെയായിരുന്നു ശരിക്ക്. ഞാൻ അവിടെ ഡൽഹിയിൽ ചെന്നപ്പം ആ അവസാനത്തെ ദിവസം ലക്ഷദ്വീപം ഭഗവാന്റെ, നിങ്ങൾക്ക് അടിച്ചു ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഡൽഹി എന്നുള്ളത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ അവിടെ അതിലിട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഉണ്ട്. ഓ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഇത്. നമ്മൾ ഗുരുവായൂര് ചെല്ലുമ്പോ കിട്ടുന്ന ആ ഒരു അന്തരീക്ഷം മതിയോന്ന് പറയാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ആ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പോയോന്ന് ഇപ്പൊ സംശയം. അത്ര കണ്ട് നിറഞ്ഞ ഒരു ഭക്ത ജനത്തിരക്ക് അവിടെ ഉണ്ടായി. എനിക്ക് പൂർണ്ണമായിട്ടും കൂടാൻ പറ്റിയില്ല, 21 ദിവസം എനിക്ക് കൂടാൻ പറ്റിയുള്ളൂ. മതി,
ഗുരുവായൂരപ്പൻ അത്രയും ദിവസവും ആ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ 4 മണിയാകുമ്പോഴേക്കും ധാരാളം മാമിമാർ അവിടെ വന്ന് കീർത്തനങ്ങൾ ചൊല്ലുക. എങ്ങനെ പലതരത്തിലുള്ള സാരംഗം, അതുപോലെ ഭൂപാളം, ഇങ്ങനെ രാവിലത്തെ ആ രാഗങ്ങൾ, രാവിലെ കേൾക്കേണ്ടതായിട്ടുള്ള രാഗങ്ങളോട് കൂടിയിട്ടുള്ള കീർത്തനങ്ങളോട് കൂടിയാണ് ഗുരുവായൂരപ്പൻ അവിടെ നട തുറക്കുന്നത്. ശരിക്കും ഗുരുവായൂര് നമ്മൾ പീലിയിലയുടെ നാരായണീയം കേൾക്കുന്നത് പോലെ തന്നെ എന്തെന്നില്ലാത്ത ഒരു അന്തരീക്ഷം. ആ സമയത്ത് കലശം പൂജിക്കാനും ഒക്കെ ഒരു ഭാഗ്യം. അതിനുശേഷം ഈ ഇത് കഴിഞ്ഞാലോ, കളഭം എഴുന്നള്ളിക്കുമ്പം എത്ര ആൾക്കാരാണ് താലം പിടിച്ചുകൊണ്ട് ഭഗവാനെ വരവേറ്റുകൊണ്ട്, അല്ലെങ്കിൽ ആ കളഭത്തെ വരവേറ്റുകൊണ്ട് ഭഗവാന് ചാർത്തുന്നതായിട്ടുള്ള ആ കളഭം അത് സ്വീകരിക്കാൻ ഒരു 4-4.5 ലക്ഷത്തോളം ആൾക്കാര് ആ അർച്ചനയിൽ പങ്കെടുത്തു എന്നാണ് കണക്ക് പറഞ്ഞത്. 4.5 ലക്ഷം ആൾക്കാർ. ആലോചിച്ച് നോക്കുക, ഒരു അർച്ചനയ്ക്ക് 200 രൂപ വെച്ചുള്ളത് 4.5 ലക്ഷം ആൾക്കാർ. എന്തായാലും ആ ഒരു അനുഭവം കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ നാമത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയാൻ തോന്നിയെന്ന് പറയാണ്. എന്തായാലും ആ നാമമാണ് ജീവിതത്തിൽ എന്നും നമുക്ക് ആശ്വാസം. അത് എൻ്റെ ഒരു ഒട്ടും അതിശയോക്തിയില്ലാതെ ഞാൻ പറയാണ്, എൻ്റെ അനുഭവമാണ് സത്യത്തിൽ. എൻ്റെ അച്ഛൻ്റെ തിരിച്ച് പഴയ രീതിയിൽ എനിക്ക് കാണാൻ സാധിച്ചത് എനിക്ക് അവിടെ ഡൽഹി പോയത് കൊണ്ട് മാത്രമാണ്. യാതൊരു സംശയവും. ഇത്രയും നാമം എനിക്ക് ജപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ നാമത്തിന്റെ ശക്തി എനിക്ക് തെളിയിച്ചു തന്നു ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നാമജപം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുതേ എന്ന് പറയാണ്. നമുക്ക് നാമാപരാധമായിട്ടും സേവാപരാധമായിട്ടും ഒക്കെ പലതരത്തിലുള്ള ദോഷങ്ങൾ വന്നുപെടാം. അതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ തരണം ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഈ നാമത്തെ ചേർത്ത് പിടിക്കുക. നാമത്തെ ചേർത്ത് പിടിക്കുന്നത് എന്താണ് ശരിക്ക്, അല്ലെ? അന്തേ നാരായണ സ്മൃതി എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നില്ലേ ഭഗവാൻ? ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ ശരിക്കത്? നാരായണ നാമം ജപിക്കുമ്പം നമ്മളുടെ ഭാവത്തിന് വ്യത്യാസം വരുന്നു. ഈ ഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാവുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദോഷം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ തള്ളി മാറ്റുവാൻ ഈ നാമം നമ്മളെ സഹായിക്കുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ അപകടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ തള്ളി മാറ്റുവാൻ വേണ്ടി ഈ ഒരു നാമം. അതുകൊണ്ട് ഒരിക്കലും നാമം ഒഴിവാക്കാതെ പരമാവധി നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ നാമം ജപിച്ചുകൊണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പതിവ് പോലെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എന്താണ്, എത്രയോ തരത്തിലുള്ള പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ വിചാരിക്കും ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊന്നുമല്ല. കേരളത്തിന് വെളിയിലോട്ട് ചെന്നാലാണ് ഭക്തി കാണേണ്ടത്. ശരിക്കും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള, ഞങ്ങളിപ്പോ ഇവിടെ ഈ ഒരു 50 ബ്രാഹ്മണര് അകത്തിരുന്ന് ജപിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ 500 പേര് പുറത്തിരുന്ന് ജപിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു അന്തരീക്ഷം വല്ലാത്തൊരു അന്തരീക്ഷം തന്നെയായിരുന്നു, സംശയമില്ല. അവിടെ ഇപ്പോഴും അവിടുന്ന് ആൾക്കാർ വിളിച്ചിട്ട് പറയാ, തിരുവേനി വിശ്വസ്മൈ നമ, വിഷ്ണവേ നമ, മാധവായ നമ, ഗോവിന്ദ, ഇതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അവിടെ. അപ്പം ആ ഒരു നാമം നമുക്ക് ഒരിക്കലും നമ്മളുടെ ഇന്ന് വിട്ടുപോകരുത് എന്ന് പറയാം. അപ്പം പലതരത്തില് ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള മുത്തശ്ശൻ മുത്തശ്ശിമാര്, അച്ഛനമ്മമാര്, മക്കള്, അതുപോലെ തന്നെ ഗുരുക്കന്മാര്, അതുപോലെ തന്നെ ഇതാ ഈ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാര്, അല്ലെ? പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാം. വേണ്ട, തെരുവിലേക്ക് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പലതരത്തില് ദുഃഖം അനുഭവിക്കുന്നത്. കിടക്കാൻ കിടപ്പറയില്ലാത്ത ആൾക്കാരുണ്ടാവും, മാറമറയ്ക്കാൻ തുണിയില്ലാത്തവര്, എന്താണ്, വയറ് ഒന്ന് ശൂന്യമായിട്ട് കിടക്കുന്നവർ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ലോകത്തിലേക്ക് നോക്കില്ല. ഇങ്ങനെയുള്ള പലതരത്തിലും ദുഃഖം അനുഭവിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടി അവിടത്തേക്ക് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ ഈ അമംഗളങ്ങളെല്ലാം മാറണേ, എല്ലാവരെയും അവിടുന്ന് വേണ്ട പോലെ ദുഃഖം മാറ്റി അവിടെ അനുഗ്രഹിക്കണേ എന്നുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ആ ആർദ്രഭാവത്തോടു കൂടി നമുക്ക് ജ്വരസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാച